ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ IRP അപ്പോയിൻമെൻറ്റ് എങ്ങനെ എടുക്കാമെന്നാണ്. നമ്മൾ നാട്ടിൽ നിന്ന് നമ്മുടെ അയർലൻഡ് വിസ അടിച്ച് കിട്ടുമ്പോൾ അത് 3 മന്ത്സിലേക്കാണ് നമുക്ക് നമ്മുടെ വിസ അടിച്ച് കിട്ടുന്നത്. അയർലൻഡിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ വർക്ക് വിസ നമ്മൾ ക്രിട്ടിക്കൽ സ്കിൽ വിസയിലേക്ക് ആക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ IRP എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് IRP കാർഡ് കിട്ടാൻ വേണ്ടിയാണ് ഐറിഷ് റെസിഡൻസ് പെർമിറ്റ് എന്ന്. അതിന് നേരെ ഗൂഗിളിൽ ചെന്നിട്ട് നമ്മുടെ IRP അപ്പോയിൻമെൻറ്റ്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. IRP അപ്പോയിൻമെൻറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഇമിഗ്രേഷൻ സർവീസ് ഡെലിവറിയുടെ ബർഗ്വേ അപ്പോയിൻമെൻറ്റ്സ്. നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഇമിഗ്രേഷൻ അടിച്ചു തരും. ബർഗ്വേ ചെന്നിട്ടാണ് നമ്മുടെ ഈ IRP ചെയ്യേണ്ടതെന്ന് പറയുന്ന കാര്യം പറഞ്ഞു തരും. അപ്പോൾ നേരെ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നേരെ ഇവരുടെ ഇമിഗ്രേഷൻ സർവീസിൻ്റെ സൈറ്റിലേക്കാണ് പോകുന്നത്. കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ലോഗിൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ലോഗിൻ ആൻഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നേരെ ഇവരുടെ ലോഗിൻ ആൻഡ് രജിസ്റ്ററിൻ്റെ സൈറ്റിലേക്കായിരിക്കും നമുക്ക് റീഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ താഴെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനുള്ളത് ഞെക്കുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ ഇമിഗ്രേഷൻ സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇമെയിലും പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ ഞെക്കുമ്പോൾ തന്നെ താഴെ ഡോണ്ട് ഹാവ് എ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ഞെക്കുവാണെങ്കിൽ നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് സെറ്റായി കിട്ടും. അപ്പോൾ അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ ഇമെയിലും പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അത് ഗൂഗിൾ സേവ് വെക്കുകയാണെങ്കിൽ ആ പാസ്വേഡ് സേവ് ആയിക്കും. കയറുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻസ് ഉണ്ടാക്കി കിട്ടും. അപ്പോൾ സെൻഡ് കോഡ് കൊടുക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് യു ഹാവ് ഹിറ്റ് ദ ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് വരാം. കാരണം ഒരു ദിവസം തന്നെ കുറേ പേരാണ് IRP കയറാൻ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ സർവീസ് അയക്കുന്ന SMS ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ 2 hours ഒക്കെ കഴിഞ്ഞ് മാക്സിമം ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ലോക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടൈമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ആവും. നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് വരും. നമ്മുടെ ആ കോഡ് വരുന്നത് കറക്റ്റ് ഇതിലേക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഈ IRP അപ്പോയിൻമെൻറ്റിൻ്റെ സൈറ്റിലേക്ക് നമ്മൾ എൻ്റർ ആവും. അങ്ങനെ നമ്മൾ എല്ലാം അടിച്ച് കയറുമ്പോഴത്തേക്കും ഈ സൈറ്റാണ് കയറി വരുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ അപ്പോയിൻമെൻറ്റ്സ്. അത് സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ IRP അപ്പോയിൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചുകൊണ്ട് ഈ ഫസ്റ്റ് പേജ് വരും. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നെക്സ്റ്റാണ് വിച്ച് കൗണ്ടി ഡു യു റിസൈഡ്. നമ്മൾ ഏത് കൗണ്ടിലാണോ സ്റ്റേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കൗണ്ടി അതൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫാമിലിയിലൂടെയാണെങ്കിലോ ഒറ്റയ്ക്കാണെങ്കിലോ ഏത് കൗണ്ടിയാണോ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അത് കറൻ്റ് ഇത് ഹോൾഡർ ഓഫ് ടെമ്പററി പ്രൊട്ടക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നോ കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ഞെക്കുക. നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ആണോ എസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതോടൊപ്പം തന്നെ കണ്ടിന്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. പിന്നെ വരുന്നത് വാട്ട് പെർമിഷൻ ആർ രജിസ്റ്ററിങ് ഫോർ. നമ്മൾ സ്റ്റാമ്പ് 1 വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം നമ്മൾ എംപ്ലോയ്മെൻറ്റിന് വേണ്ടി വന്നതാണ്. നമ്മുടെ അതിൽ ATPL മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂവിങ് ഫ്രം ATPL ടു ക്രിട്ടിക്കൽ സ്കിൽ. പിന്നെ ലൊക്കേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് അത് ഒരേ സ്ഥലമുള്ളൂ. നമ്മുടെ ഡബിളിലെ ബർഗ്വേ അതും സെലക്ട് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലോഡിങ് ഓപ്ഷൻസ് വരും. നമുക്ക് ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ കറങ്ങിയിട്ട് നമുക്കൊരു കലണ്ടറിൻ്റെ ഓപ്ഷനായിരിക്കും കാണിക്കുന്ന ഡേറ്റ് അവൈലബിൾ ആണെങ്കിൽ. ഇപ്പോൾ കലണ്ടർ ഡേറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഓപ്ഷൻ വരും നോ ബുക്കിങ്സ് അവൈലബിൾ എന്ന് പറയും. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ കയറി നോക്കുക. ചിലപ്പോൾ ഒക്കെ നമുക്ക് കയറാൻ പറ്റാണ്ടാവും. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, പിന്നെയും ട്രൈ ചെയ്യുക. പിന്നെയും നമുക്ക് ബാക്ക് അടിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴേലൊക്കെ ഒരു കലണ്ടർ വന്നിരിക്കും. ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യുക. എല്ലാ ദിവസവും കയറി നോക്കുക ഡേറ്റ്സ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഇടയ്ക്ക് ബാക്ക് അടിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എപ്പോഴേലും ഒരു കലണ്ടർ വരും. ആ കലണ്ടറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സും കാണും, ടൈമും കാണും. അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് സെറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ വന്നില്ല എന്നോർത്ത് ആരും ഒന്നും പേടിക്കേണ്ട. നമുക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ്സ് അവൈലബിൾ ആവും, പക്ഷേ എല്ലാ ദിവസവും കയറി നോക്കിയാൽ മതി നമുക്ക് അവൈലബിൾ. അപ്പോൾ അതാണ് നമ്മൾ IRP അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അങ്ങനെ കറണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റും ടൈമും കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കൺഫർമേഷൻ മെയിൽ വരും. അതോടൊപ്പം തന്നെ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള ഡീറ്റെയിൽസ് ഇതിൽ തന്നിട്ടുണ്ട്. അതിൽ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളതാണ് നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ ATWS, ഓഫർ ലെറ്റർ, കോൺട്രാക്റ്റ്, പിന്നെ അഡ്രസ് പ്രൂഫ്. നമ്മൾ PPSന് യൂസ് ചെയ്ത അഡ്രസ് പ്രൂഫ് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇമെയിലിലൂടെ ഒരു PDF അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. ആ PDF നമ്മൾ പ്രിൻ്റ് എടുത്ത് കംപ്ലീറ്റ് ആക്കിയും കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ നമുക്ക് അയർലൻഡിൽ വന്നിട്ട് അയർലൻഡിൻ്റെ ഏതെങ്കിലും ഒരു കാർഡ് ഉണ്ടെങ്കിൽ 300 euros പേയ്മെൻറ്റ് ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഓർക്കുക, നമ്മുടെ കാർഡ് കൊണ്ടുപോകണം. അതിലൊരു 300 euros ഉണ്ടായിരിക്കണം, കാരണം ഒരു ഫസ്റ്റ് ടൈം പേയ്മെൻറ്റ് കാണും. ഇതാണ് നമ്മുടെ IRP അപ്പോയിൻമെൻറ്റ്സിന് വരുന്ന ചെറിയൊരു പ്രൊസീജിയർ. ഇപ്പോൾ ഡേറ്റ് കിട്ടിയില്ല എന്നോർത്തൊന്നും പേടിക്കേണ്ട, മാക്സിമം എന്നും ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ഡേറ്റ് കിട്ടിക്കോളൂ.